ഹായ്, ഇന്ന് കൊച്ചിയിൽ എൻ്റെ 4ാമത്തെ ദിവസം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സമൃദ്ധിയിൽ പോയി. അവിടെ എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സമയം 11 കഴിഞ്ഞതുകൊണ്ടാവാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് നേരെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി മേനക സ്റ്റോപ്പിലിറങ്ങി. കുറച്ച് നേരം ഫ്രണ്ടിനെ കാത്തു നിന്നു. പിന്നീട് നന്നായിട്ട് വിശന്നുകൊണ്ട് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. അവിൽ മിൽക്ക് എത്താറായിട്ട് അവളെത്തിയില്ല. അങ്ങനെ അവിൽ മിൽക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഫുഡിനോടുള്ള പഞ്ച്വാലിറ്റി കാരണം അവിൽ മിൽക്ക് എത്തുന്നതിൻ്റെ 1 മിനിറ്റ് മുന്നേ അവളെത്തി. അവിൽ മിൽക്ക് കുടിച്ച് ഞങ്ങൾ നേരെ പോയത് തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കായിരുന്നു. ബസ് തൃപ്പൂണിത്തറ ഹിൽ പാലസിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ നടന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കയറുന്നത്. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. 2 ടിക്കറ്റിനും കൂടെ 100 രൂപ. ഞങ്ങളിതിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് നടക്കുകയാണ്. സ്റ്റെപ്പ് നമ്മൾ തീർക്കുന്നു. മടിച്ചിത്രത്തായി ഷൂട്ട് ചെയ്ത പാലസ്, തൃപ്പൂണിത്തറ പാലസ്. ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. പൊരി വെയിലത്ത് ആ കോട ഇങ്ങോട്ട് വെച്ചേ ഇരുന്നില്ലേ. കേരളത്തിലെ ആദ്യത്തെ പുരാവസ്തു മ്യൂസിയമാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ്. 52 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാലസിൽ 49 കെട്ടിടങ്ങളാണ് ഉള്ളത്. ഈ പാലസ് ഇപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് മ്യൂസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഈ കാണുന്ന വീട്ടിൽ നിറച്ച ശില്പങ്ങളാണുള്ളത്. ഈ ശില്പങ്ങളുടെ എല്ലാം പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കരിങ്കല്ലിൽ നിർമ്മിച്ച ശില്പങ്ങളാണ് ഇവയെല്ലാം. എല്ലാ ശില്പങ്ങളുടെ താഴെയായിട്ട് ശില്പത്തിലെ രൂപം എന്താണോ അതിൻ്റെ പേരും അതുണ്ടാക്കിയ വർഷവും കുറിച്ച് വെച്ചിട്ടുണ്ട്. അധികം ശില്പങ്ങളും ദൈവരൂപങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ നടന്നിട്ട് ആ പാട്ടൊക്കെ ഇവിടെ ഇങ്ങനെ കഴിച്ചു പോണേ. അത് ഇവിടെ തന്നെയാ. എന്തായില്ലേ വലിയ അണ്ടകടാവാണല്ലോ. ഇപ്പൊ കൊറേ മീനുണ്ട്. ഇതൊക്കെ ഓരോ റൂമായിരിക്കൂലേ. കുളല്ലേടി ഇത്. അതാ കുളതാ. ഇതാണ് ഫോട്ടോഷൂട്ടിന് എടുക്കാം. അതെല്ലാം മുപ്പത്തേക്ക് കുളത്തിലേക്ക് പോണ്ടേ. ക്യാമറയാണ് മൊത്തത്തിൽ. വഴിക്കുണ്ടേ ശ്രീ സ്ലിപ്പാവണ്ട. ഞാൻ വിചാരിച്ചത് റൂമാന്നാ, അല്ല മറ്റേ അമ്പലാന്നാ. അപ്പോഴാണ് മനസ്സിലായത് നമ്മളെന്താന്നൊക്കെ അറിയുന്നത്. ഏത് പേര് എഴുതിച്ചാ കഥവ് തുറക്കട ദ്രോഹി. കുറേ വാൽചിത്രങ്ങളുണ്ട്. ചിത്രങ്ങളടി ചുമരിൽ. കൊളിക്കട വല്ലത്. എത്ര വർഷം പഴക്കമുള്ള വെള്ളമെന്നറിയാം. താഴെ തടഞ്ഞു ചെയ്യണ്ടായിരുന്ന. കൊച്ചി രാജവംശത്തിൻ്റെ ഈ ഒരു പാലസ് അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. പക്ഷെ വെയിൽ ഒരു തരത്തിൽ സമ്മതിക്കില്ല. നല്ല പൊള്ളിപ്പോകുന്ന വെയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇങ്ങനെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടു കിടക്കുമ്പോഴാണ് ഞങ്ങൾ സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പുള്ളൊരു ബിൽഡിംഗ് കണ്ടത്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് വിഷ്വൽസ് എടുക്കാൻ പറ്റും. ആ സ്റ്റെപ്പ് ഇതായിരുന്നു. ഈ സ്റ്റെപ്പ് കയറിയത് ഞങ്ങൾക്ക് 1000 രൂപയാണ് ഫൈൻ കിട്ടിയത്. പക്ഷെ ഞങ്ങൾ അടച്ചില്ല. ഈ സ്റ്റെപ്പ് കയറാൻ പാടില്ല, അവിടെ നിരീക്ഷണ മേഖലയാണ് എന്ന് പറഞ്ഞ് താഴെ നിന്നിരുന്ന പോലീസ് ഗൈഡ് വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാലസ് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫൈൻ അടയ്ക്കാതെ വേഗം താഴത്തേക്ക് ഓടി. അങ്ങനെ കറക്റ്റ് 2 മണിക്ക് പാലസ് ഓപ്പണാക്കി.
മൺചിത്രത്താഴിൽ ഇന്നസെൻ്റ് ഈലേ വന്നിട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. രാഘവ രാഘവ എന്ന് വിളിച്ച് പണി സാധനങ്ങളൊക്കെ നോക്കി ഇതാക്കി വേണ്ടിയിട്ട് ഈലയാണ് കയറി പോകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു മിററുണ്ട്, ഒരു പഴയതരം സിൽവർ കോട്ടിംഗ് ഉള്ളൊരു മിററാണ്. മിററെല്ലാം ഏകദേശം ദ്രവിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെന്നോട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അവർ കാണാതെ എടുക്കുന്ന ചില വീഡിയോകളാണ് ഇതൊക്കെ. വിളിച്ചുണ്ടോ നോക്കട്ടെ. പണ്ട് കാലത്ത് രാജകുമാർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടി വാഹനങ്ങളാണ് ഇതെല്ലാം. ഇതാണ് പല്ലക്ക്. പലതരത്തിലുള്ള പല്ലക്കുകളുണ്ട്. അവരുടെ വാദ്യോപകരണങ്ങളും പല്ലക്കുകളാണ് ഈ കാണുന്നതെല്ലാം. ഈ ഒരു പ്രതിമയുടെ കയ്യിലാണ് ഇന്നസെൻ്റ് കുട തൂക്കിയിട്ടിട്ട് താക്കോൽ അവിടെ ഇട്ടിട്ട് പോകുന്നത്. മാടമ്പിളിയിൽ താക്കോൽ എടുക്കാൻ മറന്നു എന്ന് പറയുന്നതും. ഗായ്സ് പല്ലിയൊക്കെ കണ്ടു കഴിഞ്ഞു. ആൾക്ക് നല്ല വിശപ്പ്. മൂന്നാളും തിന്നു കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. മൂന്നാളും 10 രൂപേൻ്റെ മൂന്നാളും. ഇതാണ് ഞങ്ങളുടെ ഒരു വെയിൽ റിച്ച് പോട്ടിനോ. അങ്ങനെ പാലസ് എല്ലാം ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു. തൊട്ടടുത്തുള്ള മൃഗശാല കാണാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് എടപ്പള്ളിയിലേക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ഞാനും ദൈവത്തിനൊരു മെഴുകുതിരി കത്തിച്ചു.